ഇത് പെരിയാർ ഹൗസ് ആൻഡ് തേക്കടി വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് അന്ന് രാത്രി റിസോർട്ടിൽ കിട്ടിയ നൈറ്റ് ടൈം സൈറ്റിങ്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ 7 മണിയിലത്തെ ഫസ്റ്റ് ബോട്ടിങ്ങിന് നമ്മൾ തേക്കടിയിൽ പോയതിൻ്റെ വിഷ്വൽസും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ നമുക്ക് നല്ല കുറേ സൈറ്റിങ്സ് സെക്കൻഡ് പാർട്ടിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സെക്കൻഡ് പാർട്ട് വ്ളോഗും നല്ല ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തേക്കടി ബോട്ട് ലാൻഡിംഗ് പോയിന്റ് നേരെ മുന്നിൽ കാണുന്നതാണ് ആരണ്യ നിവാസ് എന്ന് പറഞ്ഞിട്ടൊരു KTDCൻ്റെ തന്നെ വേറൊരു റിസോർട്ടാണിത്. അപ്പോൾ ഓൾ ടുഗെദർ ഇവിടെ തേക്കടിയിൽ KTDCക്ക് 3 റിസോർട്ടാണ് ഉള്ളത്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന പെരിയാർ ഹൗസ്, ഇത് ആരണ്യ നിവാസ്. അപ്പോൾ നമ്മൾ തിരിച്ച് പെരിയാർ ഹൗസിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ഞാൻ ഈ ആരണ്യ നിവാസിൻ്റെ ഇതിൽ കൂടെയുള്ള ഷോർട്ട് കട്ടാണ് എടുക്കുന്നത്. ആരണ്യ നിവാസിൻ്റെ ഇതിൽ കൂടെ കട്ട് ചെയ്ത് നമുക്ക് നേരെ അങ്ങ് പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് ആരണ്യ നിവാസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഇത് പെരിയാർ ഹൗസിന് കുറച്ചും കൂടെ ഒരു പ്രീമിയമാണ്. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനൊരു കാഴ്ച കിട്ടിയത്. ഇതൊരു മലയണ്ണാനിരുന്ന് ചക്ക ടെസ്റ്റ് ചെയ്ത് നോക്കണേ തോന്നണേ. പുള്ളി എന്തായാലും കഴിക്കുന്നില്ല, പുള്ളി അതിന്മേൽ ഇങ്ങനെ പിടിച്ചിരിക്കുക, എന്തോ ആലോചിച്ചിരിക്കുക. പുള്ളി കഴിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കാന്ന് തോന്നുന്നത്. ഞാൻ പെരിയാർ ഹൗസിലേക്ക് തിരിച്ചിങ്ങനെ നടന്ന് വരുന്ന വഴിയാണ് ഇങ്ങനെയൊരു കാഴ്ച കൂടെ കാണുന്നത്. ഇവിടെ ഒരു മ്ലാവ് നിന്ന് ചക്ക തിന്നുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചക്കേൻ്റെ സീസൺ കഴിഞ്ഞു. ഇവിടെ കാട്ടിൽ ഇത് ഇപ്പോഴാണ് ചക്കേൻ്റെ സീസൺ എന്ന് തോന്നുന്നു. അതുകൊണ്ട് വേറൊരു പുള്ളി അവിടെ നിന്ന് നോക്കി നിൽക്കുക, എന്നെ വാച്ച് ചെയ്ത് നിൽക്കുക. അങ്ങനെ ഞാനിവിടെ എൻ്റെ ഫ്രണ്ടിൽ ഞാൻ തൊട്ടടുത്ത് നിന്ന് തന്നെയാണ് ഈ വിഷ്വൽ എടുക്കുന്നത്. എന്നിട്ടും മ്ലാവിന് ഒരു ടെൻഷനും ഇല്ല. ഇതൊക്കെ ഇവിടെ ഒരു കുരങ്ങൻ, പുള്ളിക്ക് ചക്ക കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ പുള്ളി പിണങ്ങിയിരിക്കുകയെന്ന് തോന്നുന്നു. മ്ലാവ് ചക്ക തിന്ന വിഷ്വൽസ് അടിപൊളിയായിട്ട് എന്തായാലും ഞാനിവിടെ വന്നതിന് ശേഷം തുടങ്ങി. ഞാനിപ്പോൾ ഈ വൈകുന്നേരം ഇറങ്ങിയതിന് ശേഷം എനിക്ക് ക്യാമറ നിലത്ത് വയ്ക്കാനുള്ള ടൈം പോലും കിട്ടിയിട്ടില്ല. എപ്പോൾ നോക്കിയാലും വിഷ്വൽസാണ്, ചുറ്റും മൃഗങ്ങൾ തന്നെ. ശരിക്കും ഇതൊരു നമുക്കൊരു ഫോറസ്റ്റ് വൈബ് എന്ന് പറയുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതിവിടെ വന്ന് കഴിഞ്ഞാൽ എന്തായാലും കിട്ടും. കാരണം ഇവിടെ അത്രയധികം സൈറ്റിങ്സ് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമാണ്. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. ഈ നാളെ രാവിലെ 7 മണിക്ക് ഞാനൊരു ബോട്ടിങ് കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ ലക്കുണ്ടെങ്കിൽ കുറേ സൈറ്റിങ്സ് കിട്ടും. ചിലപ്പോൾ മിക്കപ്പോഴും ഒന്നും കാണാൻ കിട്ടില്ലായിരിക്കും, ഒന്നും പറയാൻ കഴിയില്ല, ഒക്കെ ഡിപ്പെൻസ്. രാവിലത്തെ ഒരു ബോട്ടിങ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, തടാകത്തോടെ ബോട്ട് ചെയ്യുമ്പോൾ ഒരു ഫീല്, ഒരു ആംബിയൻസ്, അതാണ് ശരിക്കും ഒരു രസം. അത് ഭയങ്കര ഒരു റിജുവിനേറ്റിംഗ് ഫീലാണ്. അതാണ് അതിൻ്റെ ഒരു രസം. സൈറ്റിങ്സിനുപരി ആ ഫീല്, അതാണ് ഏറ്റവും രസം എൻ്റെ. ഇതാണ് ഞാൻ വ്ളോഗിൻ്റെ പാർട്ട് 1 പറഞ്ഞ ആമ പാർക്ക് കേട്ടോ. ഇവിടെ സന്ധ്യ നേരം കഴിഞ്ഞാൽ മിക്കപ്പോഴും കരടി ഉണ്ടാവുമെന്നാണ് ഇവിടെ ഫോറസ്റ്റ് വാച്ചേഴ്സ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഇരുട്ടാനായിട്ട് നിൽക്കരുത്, ഉള്ള നേരത്തെ റിസോർട്ടിലേക്ക് എത്തിക്കോളാനാണ് ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയേക്കുന്നത്. ഞാൻ വൈകുന്നേരം 3:30ക്കുള്ള ബോട്ടിങ്ങിന് ഇറങ്ങാൻ നേരത്ത്, എൻ്റെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത്, ആ സമയത്ത് അവിടെ റിസോർട്ടിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ എനിക്ക് വേഴാമ്പലിൻ്റെ സൈറ്റിങ് കിട്ടിയായിരുന്നു. എനിക്ക് ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ക്യാമറയൊക്കെ എടുത്ത് ഒക്കെ വന്നപ്പോഴേക്കും തന്നെ അവന്മാർ സ്ഥലം വിട്ടു. ഇന്ന് നോക്കട്ടെ, തിരിച്ചു ചെല്ലുമ്പോൾ അവന്മാർ അവിടെ ഉണ്ടോ എന്ന് നോക്കാം. എന്തായാലും അങ്ങനെയാണെങ്കിൽ അവരുടെ വിഷ്വൽസും കൂടെ പകർത്താൻ പറ്റും. സന്ധ്യ നേരത്തൊക്കെ അവിടെ മ്ലാവോ അല്ലെങ്കിൽ മുള്ളമ്പന്നിയോ ഒക്കെ വരാറുണ്ട് റിസോർട്ടിൻ്റെ ചുറ്റുവട്ടത്ത്. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ അതിൻ്റെ വിഷ്വൽസ് ഞാൻ എടുക്കും എന്തായാലും. ഞാനങ്ങനെ നടന്ന് തിരിച്ച് റിസോർട്ടിലേക്ക് എത്തിയായിരുന്നു. അപ്പോൾ ഇവിടെ സമയം 6 മണിയായി, സന്ധ്യയായി തുടങ്ങി. സൂര്യൻ അങ്ങനെ അസ്തമിച്ച് വരുന്ന സമയത്ത് എനിക്ക് ഈ ഫ്രണ്ടിലുള്ള ഈ ഗാർഡനിൽ നിന്ന് കിട്ടിയേക്കാൻ നല്ല കുറച്ച് വിഷ്വൽസാണത്. വന്ന പാടി തന്നെ ഞാൻ നേരെ റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ചായയും ഒരു ഓംലെറ്റും ഓർഡർ ചെയ്ത്. ചായ കുടിച്ചിട്ട് ഞാൻ ഇവിടെ റിസോർട്ടിന് ചുറ്റുമുള്ള കുറേ സന്ധ്യ നേരത്തെ വിഷ്വൽസൊക്കെ പകർത്താമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഒരു വൈകുന്നേരം ഒരു 6:30 സമയമായി. ഈ വൈകുന്നേരം സന്ധ്യ നേരത്ത് ഇവിടെ ഒരു പ്രത്യേക ഒരു അതിഥി വരാറുണ്ട്. ഞാൻ ആ ആൾക്ക് വരാനായിട്ട് കാത്തു നിൽക്കണം.
അത് ഒരു ഈവനിങ് വൈബ്സാണ് ഇവിടെ. ആൾക്കാരെല്ലാം ചായയൊക്കെ കുടിച്ച് ഇവിടെ ഒരു കുറച്ച് പിള്ളേർ വന്നേക്കുന്നവർ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഒരു നല്ലൊരു പീക്ക് ആക്ടിവിറ്റി അവേഴ്സാണത്. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ഒരു ഞാൻ പറഞ്ഞ ആതിഥിയും കൂടെ വന്നു കഴിയുമ്പോൾ ഇന്നത്തെ ഈവനിങ് അടിപൊളിയാകും. ഞാനങ്ങനെ സന്ധ്യ നേരത്ത് വരുന്ന അതിഥിയെ കാത്ത് ക്യാമറയൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടെ താഴത്തുള്ള ഓപ്പൺ കോർട്ട്യാർഡിൽ കുറച്ച് പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അവർക്ക് ലോകകപ്പിൻ്റെ ഒരു ആവേശത്തിലാണ് എല്ലാവരും തന്നെയും. ഇപ്പോൾ ഫുട്ബോളാണ് ഇപ്പോൾ നാട്ടിലെ മെയിൻ ഗെയിം. അങ്ങനെ ഈവനിങ് ആയപ്പോഴേക്കും തന്നെ ഇവിടെയുള്ള ഗസ്റ്റുകളെല്ലാം ഫാമിലിയായിട്ട് കുട്ടികളായിട്ടൊക്കെ വന്നേക്കുന്നവരൊക്കെ ഈ ഗാർഡനിലൊക്കെ വന്ന് ഈ ഊഞ്ഞാൽമയും അതുപോലെ സീസോ അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളൊക്കെ അവരിരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാ ആൾക്കാരും. നമ്മളെപ്പോഴും നമ്മുടെ അതിഥിയെ കാത്തിരിക്കുകയായിരുന്നു. ഇതാ നമ്മുടെ അതിഥി എത്തിക്കഴിഞ്ഞു, മുള്ളമ്മന്നി പോർക്കിപ്പൈൻ. മിക്കപ്പോഴും ഇവിടെ പെരിയാർ ഹൗസിലും അതുപോലെ തന്നെ ആന്റണി നിവാസിലും സന്ധ്യാനേരത്ത് ഈ മുള്ളമ്മന്നി വരാറുണ്ട് കേട്ടോ. അങ്ങനെ മുള്ളമ്മന്നീനെയും കണ്ട് ഞാൻ നല്ല സമാധാനമായി പോയി കിടന്നുറങ്ങി. ഞാനങ്ങനെ കൊച്ചു വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് നേരത്തെ അങ്ങ് വന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ തന്നെ ചെറുതായിട്ട് സൂര്യൻ ഉദിച്ചൊക്കെ വെട്ടമൊക്കെ വന്നു തുടങ്ങിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഗാർഡനിലേക്കൊക്കെ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ കണ്ട കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ വിഷ്വൽസ് ഞാനിപ്പോൾ കാണിച്ചു തരാം. രാവിലത്തെ ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ഗാർഡനിൽ കാണുന്ന വിഷ്വൽസ് അടിപൊളിയാട്ടോ. ഇപ്പോൾ ഇങ്ങനെ അധികം കോടയൊന്നും ഇല്ല. അല്ലെങ്കിൽ സാധാരണ മഴക്കാലമൊക്കെ ആകുമ്പോൾ നല്ലോണം കോടയൊക്കെ ഇറങ്ങി ഇവിടെ ഫുള്ള് കോടയായിരിക്കും മുൻപിലൊക്കെ. രാവിലത്തെ നമ്മൾ 7:30 ഒരു ബോട്ടിങ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനിഞ്ഞും പോകണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തേക്കടി ബോട്ടിങ്ങിന് വേണ്ടിയുള്ള ടിക്കറ്റ് എല്ലാം നമുക്കിവിടെ റിസോർട്ടിൻ്റെ റിസപ്ഷനിൽ തന്നെ അവർ റെഡിയാക്കി തരും കേട്ടോ. നമ്മളിവിടെ പറഞ്ഞാൽ മതി, പേയ്മെൻറ്റ് കൊടുത്താൽ മതി, അവർ നമുക്ക് ടിക്കറ്റ് എടുത്ത് തരും. രാവിലെ അങ്ങനെ ഒരു 5:30 മണി സമയമായിട്ടുണ്ട്. ചെറുതായിട്ട് സൺറൈസൊക്കെ ആയി. ഞാൻ അതിരാവിലത്തെ കൊച്ചുകൾ പങ്കാലത്ത് ഈ വൈബ്സ് എങ്ങനെയാണെന്ന് കാണിച്ചെന്ന് ഈ റിസോർട്ടിൻ്റെ പുറത്ത്. കോടയില്ല, ചെറുതായിട്ട് നേരം വെളുക്കാറായപ്പോൾ ഇന്ന് മഴ പെയ്തായിരുന്നു. ഇതൊക്കെ നനഞ്ഞെടുക്കുന്നുണ്ടോ? എന്തായാലും രാത്രി ഉറക്കം നല്ല അടിപൊളിയായിരുന്നു, നല്ല പീസ്ഫുള്ളായിരുന്നു. നമ്മളിങ്ങനെ കാട്ടിലൊക്കെ വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഫ്രഷ് ഓക്സിജനൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ ഉറക്കമൊക്കെ നല്ല ഡീപ്പായിരിക്കും. നാട്ടിൽ നല്ല ഉറക്കം കിട്ടില്ല എന്നല്ല, പക്ഷേ കാട്ടിൽ ഉറങ്ങുമ്പോൾ എൻ്റെ ഒരു പ്രത്യേക സുഖമുണ്ട്. നല്ല ഫ്രഷ് എയർ രാവിലത്തെ. ശരിക്കും ഇതിപ്പോൾ ജൂലൈ മാസമാണ്. ഈ സമയത്തൊക്കെ സാധാരണ ഇവിടെ നല്ല മഴ പെയ്യുന്ന സമയം, മഴയും നല്ല കോടയൊക്കെ ഉള്ള സമയമാണ്. പക്ഷേ എന്തോ ഈ വർഷം അത്രയും മഴ വന്നിട്ടില്ല ഈ സമയത്ത്. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ അങ്കമാലിയാണ് സ്ഥലം. അങ്കമാലിയൊക്കെ അവിടെ നല്ല പെരുമഴയാണ്. ഇപ്പോൾ ദിവസത്തിലൊക്കെ ഒരു മഴ കഴിയുമ്പോൾ അടുത്ത മഴ, ഒരു മഴ കഴിയുമ്പോൾ അടുത്ത മഴ, കൂട്ടിപ്പിടുത്തമാണ് ഇപ്പോൾ അവിടെ. അതേസമയം ഇവിടെ വന്നപ്പോൾ ഇവിടെ മഴ ഭയങ്കര കുറവാണ്. എന്തായാലും നോക്കാം, ഇനിയും ഇന്നത്തെ ദിവസം വേറെ മഴ പെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും മഴയില്ലെങ്കിലും ഇപ്പോൾ രാവിലെ ഈ ചെറിയൊരു മഴ പെയ്തപ്പോൾ ഒരു ആംബിയൻസ് നല്ല രസമാണ് കാണാൻ. ഞാനങ്ങനെ ഗാർഡനിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ മരങ്ങളുടെ ഇടയിൽ ഇത് ഇങ്ങനെ ഒരാൾ നടന്നു പോകുന്നു. കാട്ടുകോഴിയാട്ടോ സംഭവം. ജംഗിൾ ഫൗൾ എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. ആളൊരു ഇത്തിരി ഷൈ ആണ്. കണ്ട നമ്മുടെ നാട്ടിലെ കോഴി പോലെ ഇരിക്കുമെങ്കിലും പക്ഷേ സംഭവം അതിനേലും കുറച്ചും കൂടി ചെറുതാ സൈസിൽ. തൊട്ടടുത്തൊരു മരത്തിൻ്റെ മുകളിലൊരു കരിങ്കുരങ്ങ് ഇരുന്ന് എന്തോ കായ പറക്കി തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ രാവിലെ 7 മണിക്കുള്ള ബോട്ടിങ്ങിനായിട്ട് ഇറങ്ങിയേക്കാം. ഇപ്പോൾ രാവിലെ മോർണിംഗ് വാക്ക് കാട്ടിലൂടെ രസം. നല്ലൊരു രാവിലത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഈ നടന്നു പോകാൻ നല്ല രസമാണ് അത്. ശരിക്കും ഈ റോഡ് തന്നെ കണ്ടില്ല എന്ത് രസമാണെന്നൊക്കെ. ഒരു മനുഷ്യരുമില്ല, ഒറ്റയ്ക്ക് നടന്നു പോവാ. രാത്രി ഞാൻ രാത്രിയൊക്കെ ആകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഈ റിസോർട്ടിൽ നിന്ന് ഒരു 5:30 ശേഷം അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് കടത്തി അപ്പുറത്തേക്കാരും വിടില്ല. കാരണം രാത്രിയാകുമ്പോൾ ഈ റോട്ടിലൊക്കെ വൈൽഡ് ആനിമൽസിന് മൂവ്മെൻ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ ബോട്ട് ലാൻഡിങ് പോയിന്റിലെത്തി. ഇത് രാവിലെ 7:30-ക്കുള്ള ബോട്ടിങ്ങിന് വേണ്ടിയുള്ള ആൾക്കാരുടെ തിരക്കാണ് ഈ കാണുന്നത്.
തേക്കടിയിൽ രാവിലെ 7 ബോട്ടിങ്ങിനാണ് ഏറ്റവും ഡിമാൻഡ് ടിക്കറ്റ് കിട്ടാൻ. നമുക്ക് കിട്ടിയേക്കുന്ന ബോട്ടിൻ്റെ അപ്പർ ഡെക്കാണ് നമുക്ക് സീറ്റ് കിട്ടിയേക്കണേ. അപ്പർ ഡെക്ക് നല്ല രസമാണ് ശരിക്കും, നല്ല കാറ്റൊക്കെ കൊണ്ട് കാഴ്ചകളെ കണ്ടിരിക്കും. എനിക്ക് വലിയ ഇഷ്ടം അപ്പർ ഡെക്ക് കിട്ടാൻ. ജലജ്യോതി, ഇവിടെ ബോട്ടുകൾക്കൊക്കെ ഓരോ പേരുകളുണ്ട്. ജലയാത്ര, ജലജ്യോതി, അങ്ങനെ വേറെ കുറേ പേരുകളുണ്ട്. വനജ്യോതി, അങ്ങനെ എന്തൊക്കെയോ പേരുകളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എനിക്ക് ആക്ച്വലി ഇപ്പോൾ 2-3 ബോട്ട് എന്തോ ഇറക്കുന്നേ ഉള്ളൂ. സാധാരണ ഇവിടെയൊക്കെ കുറേ ബോട്ടുകളുണ്ടാവും, ഒരു 5-6-7 ബോട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ. ഇന്നത്തെ ഇപ്പോൾ റിസർവറിൽ വെള്ളം കുറവാണല്ലോ, അല്ല വെള്ളം കുറഞ്ഞുകൊണ്ട് ബോട്ടുകളുടെ എണ്ണം കുറവാണ്. കുറച്ച് ദിവസമൊക്കെ ബോട്ടിങ് എന്തോ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ മഴ ഇച്ചിരി കുറവാണ് കിട്ടിയെന്ന് തോന്നുന്നു സൈഡ്. സാധാരണ ഈ സീസണിലൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന ഈ ബോട്ട് ലാൻഡിങ് ഇല്ലേ, ഇത് ഫുള്ള്, ഈ ഏരിയ ഫുള്ള് വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും. നമ്മൾ ആ ഇറങ്ങി വരുന്ന അവിടം വരെ വെള്ളം ഉണ്ടാവും. ഇതൊക്കെ ഫുള്ള് വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും മഴക്കാലത്തൊക്കെ വരുമ്പോൾ. ഇത് ആദ്യമായിട്ട് ഞാൻ മഴക്കാലത്ത് വെള്ളത്തിൽ കുറവാണ്. സാധാരണ വേനലൊക്കെ നല്ല കടുത്ത വേനലുള്ള സമയത്തേക്കാണ് വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കുന്നത്. ഞാനങ്ങനെ ബോട്ടിൻ്റെ അപ്പർ ഡെക്കിലേക്ക് കയറി പോകുന്നതാണ് കേട്ടോ. എനിക്ക് ശരിക്കും അപ്പർ ഡെക്ക് വലിയ ഇഷ്ടമാണ് ഈ തേക്കടിയിൽ ബോട്ടിങ്ങിന് വരുമ്പോൾ. കാരണം നമുക്ക് നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല റിലാക്സ്ഡ് ആയിട്ട് പോകാൻ പറ്റിയത് അപ്പർ ഡെക്കാണ്. പ്രത്യേകിച്ച് രാവിലത്തെ ബോട്ടിങ്ങാണ് പോകുന്നതെങ്കിൽ. നമുക്കിന്ന് രാവിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സൈറ്റിംഗ് കിട്ടിയത് തന്നെ കാട്ടുപോത്തിൻ്റെ ഒരു കൂട്ടാട്ടോ. ബോട്ട് ലാൻഡിങ്ങിന് തൊട്ടടുത്തായിട്ട് തന്നെ. നമുക്ക് ബോട്ട് ലാൻഡിങ്ങിന് അടുത്തായിട്ട് തന്നെ കുറച്ച് കൊക്കുകൾ ഇങ്ങനെ നടന്നു വന്ന് കണ്ടു. ഇത് ബ്ലാക്ക് ഹെഡഡ് ഐബിസ് എന്ന് പറഞ്ഞ കൊക്കാണ്. നമ്മുടെ ബോട്ട് അങ്ങനെ നീങ്ങി തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഇങ്ങനെ നടന്ന് കാട്ടിലേക്ക് കയറി പോകുന്നതാണ്. ഇത് ട്രക്കിങ്ങിന് പോകുന്ന ഗ്രൂപ്പുകളാട്ടോ. ഇങ്ങനെ ട്രക്കിങ്ങിന് പോകുന്നവരെ കാണുമ്പോൾ എനിക്ക് പഴയ നമ്മുടെ ആ തൊണ്ടിയാറ് ട്രക്കിങ്ങിൻ്റെ വ്ളോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ ബോട്ടുകളൊക്കെ ഗ്രൂപ്പായിട്ട് തടാകത്തിലേക്ക് അങ്ങ് ഇറങ്ങി. ഇതിങ്ങനെ ബോട്ടുകൾ തടാകത്തിൽ കൂടെ പോകുന്ന കാണാൻ നല്ല ഭംഗിയാട്ടോ. ഈ കാണുന്നത് ബ്ലാക്ക് വിങ് സ്റ്റോർക്ക്. നേരത്തെ കണ്ട സ്റ്റോർക്കിൻ്റെ പോലെ തന്നെയാണ്, പക്ഷേ ഇവരുടെ ചിറകുകൾ കറുത്ത കളറാണ്. ഇതേ ഒരു കാട്ടുപന്നി നിൽക്കുന്നു. അടുത്ത സൈറ്റിംഗ് എന്തായിരിക്കും എന്നുള്ള എൻ്റെ ആകാംക്ഷയിൽ ഞാൻ ബോട്ടിൻ്റെ 2 സൈഡിലേക്കും എത്തി നോക്കുന്നുണ്ട് കേട്ടോ. നമുക്കങ്ങനെ വലിയ താമസമില്ലാതെ തന്നെ നമുക്ക് കാട്ടുപോത്തുകളുടെ ഗ്രൂപ്പിനെ ഒരെണ്ണത്തിനെയും കൂടെ കാണാൻ കിട്ടി കേട്ടോ. ഈ കാണുന്നൊരു മെയില് കാട്ടുപോത്താട്ടോ ഈ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല പ്രായമുള്ളൊരു മെയിലാണ്, അതുകൊണ്ട് തന്നെ നല്ല സൈസും ഉണ്ട് കേട്ടോ. ഇന്നലെ പോയ ബോട്ടിങ്ങിനെ അപേക്ഷിച്ച് ഇന്ന് നമ്മൾ പോയ ബോട്ടിങ്ങിൽ നമുക്ക് സൈറ്റിങ്സ് കുറവായിരുന്നു എന്ന് തന്നെ പറയാം. ഇന്നലെ നമുക്ക് ഇതിൽ കൂടുതൽ സൈറ്റിങ്സ് കിട്ടിയായിരുന്നു. ഞാൻ ഒരു നീർക്കാക്ക മരക്കുറ്റിയുമ്പോൾ നിൽക്കുന്നതൊക്കെ എന്തൊരു ഭംഗിയാണ് പോസ്റ്റ് ചെയ്യുന്നത് കാണാൻ. അങ്ങനെ നമ്മുടെ രാവിലത്തെ 7 ബോട്ടിങ് കഴിഞ്ഞ സമയം 9 മണിയായി. ഇന്നലെ വൈകുന്നേരം 3:30-ക്കുള്ള ബോട്ടിങ് പോയതിന് അത്രയും സൈറ്റിങ്സ് കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് സൈറ്റിങ്സൊക്കെ കിട്ടിയായിരുന്നു. കുഴപ്പമില്ല. പക്ഷെ അതിനും കൂടുതൽ ഈ രാവിലത്തെ ബോട്ടിങ്ങിൻ്റെ ഒരു ഫീല്, ആ തണുപ്പുള്ള സമയത്ത് തടാകത്തേക്കൂടെ ബോട്ടിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫീല് വേറെ ഒന്നാണ്. അത് രസമാണ്. എനിക്കത് മതി. സൈറ്റിങ്സ് കുഴപ്പമില്ല. സൈറ്റിങ്സ് ഇന്നലെ കുറേ കിട്ടിയായിരുന്നല്ലോ. ബോട്ടിങ് കഴിഞ്ഞ് തിരിച്ച് റിസോർട്ടിലേക്ക് മടങ്ങി വരുന്ന സമയത്താണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. ഇവിടെ ഒരാൾ എന്തോ കാര്യമായി തപ്പുന്നുണ്ട് കേട്ടോ. എന്തോ കാണാതായ സാധനം തപ്പുന്ന പോലെ. ഈ കിളീനെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരാണ് ജംഗിൾ ബാബിളർ. റിസോർട്ടിൻ്റെ അവിടേക്ക് എത്താറായപ്പോഴാണ് ഇതേ ഒരു മരത്തിൻ്റെ കൊമ്പിൽ ഒരു മലയണ്ണൻ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നു.
ഇങ്ങനെ മലയെണ്ണൻ ചില സമയത്ത് ഇങ്ങനെ ഒരു അനക്കമില്ലാതെ ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ ഇരുന്ന് വരും. അതെന്താന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. നമ്മളങ്ങനെ തിരിച്ച് റിസോർട്ടിലേക്ക് എത്തി കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കോംപ്ലിമെൻ്ററി ആണ് വരുന്നത്. ഇതിവിടെ ബൊഫേ ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഏത് ഐറ്റം വേണം ചൂസ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. രാവിലെ നേരത്തെ പോയതുകൊണ്ട് ഇപ്പം നല്ല വിശപ്പുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ എടുത്തേക്കുന്നത് പുട്ടും ഇഡ്ഡലിയാണ് കേട്ടോ. അതെ, കടലക്കറിയും ചമ്മന്തിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു മിക്സ് കൊളാബ് ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. ബൊഫേ ആയതുകൊണ്ട് നമുക്ക് എന്ത് ഐറ്റം വേണം നമുക്ക് തിരഞ്ഞെടുത്ത് കഴിക്കാവുന്നതാണ്. എന്ത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഞാൻ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ എന്തെടുക്കണമെന്ന് വലിയ നിശ്ചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ബ്രെഡും ജാമും ബട്ടറും എടുത്തു. അങ്ങനെ ബ്രെഡും ജാമും ബട്ടറും കൂടെ ഒരുമിച്ച് ചേർത്തുള്ള ഒരു കോമ്പിനേഷൻ ഫ്യൂഷനൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിച്ചായിരുന്നു. ഇപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യാണ്. ഇനി തിരിച്ച് ഒരു നല്ലൊരു യാത്രയുണ്ട് അങ്കമാലി വരെ, ഒരു 4 മണിക്കൂർ ഡ്രൈവ്. നല്ലൊരു സ്റ്റേ ആയിരുന്നു. ഈ റിസോർട്ട് അടിപൊളി റിസോർട്ടാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. കാടിനോട് ചേർന്ന് നിങ്ങൾക്ക് ഒരു ഇതുപോലൊരു നല്ലൊരു സ്റ്റേ വേറെ എവിടെയും കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ബട്ട് ഇത് സൂപ്പർബാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വരാനും ഒക്കെ നല്ലൊരു സ്ഥലമാണ്. ഞാൻ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്ത് നല്ല സൈറ്റിങ്സ് കിട്ടി, നല്ല വിഷ്വൽസ് കിട്ടി. പിന്നെ നിങ്ങളിവിടെ വരുമ്പോൾ സ്റ്റേ മാത്രമല്ല, നിങ്ങളിവിടെ ബോട്ടിങ്ങും വേറെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്യണം ടൈം ഉണ്ടെങ്കിൽ. ഞാനിപ്പോൾ അന്ന് ആ ബോട്ടിങ് മാത്രമേ ചെയ്തോളൂ. വേറെയും ആക്ടിവിറ്റീസ് ചെയ്യാൻ വരുന്നുണ്ട്, എൻ്റെ ടൈമില്ല. എൻ്റെ മെയിൻലി ഈ സ്റ്റേ ഒന്ന് എൻജോയ് ചെയ്യാൻ മാത്രമേ ഉണ്ടായുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയും വേറൊരു യാത്രയായിട്ട് നമുക്ക് ഇനിയും കാണാം. ടിൽ ദെൻ കെവിൻസ് ക്യാമ്പ് സൈനിങ് ഓഫ് ഫ്രം തേക്കടി.